അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് എല്ലാവർക്കും ജീവിതത്തിൽ ഉപകാരമുള്ള ഒരു അറിവാണ് പങ്കുവെക്കുന്നത്. ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവൻ നമ്മളെ ചതിക്കാനാണ് ഇരിക്കുന്നത്, അല്ലേ? ഓരോ കാര്യങ്ങളിലും നമ്മെ ചതിക്കാനും നമ്മളെ മോശമായ വഴിയിൽ തള്ളിയിടാനും അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഷെയ്ത്താൻ, അല്ലേ? ഷെയ്ത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? എന്തൊക്കെ ചെയ്തിട്ടും ഷെയ്ത്താന്റെ ശല്യം പിടിവിട്ട് നമ്മൾ അതിൽ നിന്നും മോചിതനാകുന്നില്ല ഒരിക്കലും. അപ്പൊ അതിൽ നിന്നും മോചിതനാകാൻ 100% അടികളും അല്ലെങ്കിൽ സമാധാനമില്ലായ്മയും ജീവിതത്തിലും ഭാര്യ ഭർത്താവ് തമ്മിലടി, മക്കള് ഉമ്മായും തമ്മിലടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ, അയൽവാസികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് ഷെയ്ത്താൻ ഉണ്ടാക്കുന്നത്, അല്ലേ? നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നമ്മുടെ ദീനിയായ പ്രവർത്തനങ്ങൾ നമ്മിൽ നിലയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നിസ്കരിക്കേണ്ട, നോമ്പ് പിടിക്കേണ്ട, അല്ലെങ്കിൽ പല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് നമ്മുടെ ചെവിയിൽ ഓതിയിരിക്കുന്ന ഒരാളാണ് ആര്? ഷെയ്ത്താൻ എന്ന് പറയുന്നത്. അപ്പൊ ഷെയ്ത്താൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നും മോചിതനാകണം. മോചിതനാകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ആ സാധിക്കാത്ത കാര്യം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അതിന് പറ്റിയ ഒരു ആയത്താണ് ഇന്ന് പറയുന്നത്. ആ ആയത്ത് ആ ആയത്ത് കാണുമ്പോൾ തന്നെ ഷെയ്ത്താൻ പേടിച്ച് വിറയ്ക്കുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ കരയുമത്രേ. കരയുന്ന കാര്യവും അതുപോലെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നതാണ്. ഇൻഷാ അല്ലാഹ് ആയത്ത് ഏതാണ്? ആ ഷെയ്ത്താൻ പേടിച്ച് വിറയ്ക്കുന്ന ആയത്ത് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശൈത്താനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂനി. ഈ ആയത്താണ് ഓതി നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മുടെ നെഞ്ചിൻ ഭാഗത്തോട്ട് ഊതിയാൽ മതി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഷെയ്ത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും നമുക്ക് ഏറെക്കുറെ പരിഹാരം കിട്ടും. ഏറെക്കുറെ എന്ന് മാത്രമല്ല, നമ്മൾ പിന്നെ തെറ്റുകൾ ചെയ്യുവാൻ വേണ്ടി മടിക്കും. എല്ലാ ദിവസവും രാവിലെ ഇത് ഓതി നെഞ്ചിൽ ഊതുകയാണെങ്കിൽ ഒരു തവണ ഓതിയാൽ മതി. ഷെയ്ത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും മറ്റുള്ള പല തെറ്റുകൾ ആവർത്തിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യും? റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കും. ഷെയ്ത്താന്റെ ദുർബോധനങ്ങൾ അല്ലെങ്കിൽ ഷെയ്ത്താന്റെ ആ ചീത്ത നടത്തിപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യില്ല. തെറ്റുകൾ വരാൻ സാധ്യതയില്ല. ഷെയ്ത്താനാണ് നമ്മളെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ എത്ര തന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ നോമ്പ് പിടിക്കാം, നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാലും ഒരു രീതിക്ക് നമ്മളെ അതിന് സമ്മതിക്കുന്നില്ല. ഉദാഹരണത്തിന് ബാങ്ക് വിളിക്കുകയാണ്. അപ്പോ നമ്മൾ മനസ്സിൽ നിസ്കരിക്കാമെന്ന് വിചാരിച്ചാലും അടുത്ത നിമിഷം തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത് തോന്നുകയില്ല. ഇപ്പൊ സമയമായിട്ടില്ല, ഇനിയുമുണ്ട് സമയം എന്ന് പറഞ്ഞ് ഷെയ്ത്താൻ നീട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത സമയം എത്തുന്നതിന് മുൻപ് സമയം വരെയും നമ്മൾ എന്ത് ചെയ്യും? അതിനെ അങ്ങ് നീട്ടി പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഫർദ് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ നമുക്ക് ഇത് നിർവഹിക്കാൻ പറ്റാതെയാകും. അപ്പോൾ വിചാരിക്കും, ഇനിയിപ്പോ സമയം കഴിഞ്ഞു, നമുക്ക് നാളെ നിസ്കരിക്കാം എന്ന്. നാളെ ആയാലോ? അതുപോലെ തന്നെ സുബഹി സമയത്തൊക്കെ ഈ ഒരു കാര്യം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഷെയ്ത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നും നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കുമെന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ഓതുക, എല്ലാവരും കാര്യമായിട്ട് തന്നെ എടുക്കുക, ജീവിതത്തിൽ പകർത്തുക, പഠിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഷെയ്ത്താന്റെ ശല്യങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ആരും ചെയ്യുന്നില്ല. വീഡിയോ കാണുന്നതല്ലാതെ ലൈക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ അറിവുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. എങ്കിൽ മാത്രമേ ഇതുപോലെ ഞാൻ ജീവിതത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ.
ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഓരോ ദിവസവും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിക്കോട്ടെ. ഞാനിപ്പോ ഷെയർ ചെയ്ത് തരുമ്പോൾ ഒരാൾ കാണുമ്പോൾ അതെനിക്കൊരു സ്വതക്കയാണ്. അങ്ങനെ പല ആളുകൾ കാണുമ്പോൾ അതെനിക്ക് പ്രതിഫലം ഏറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആ നന്മ പാഴാക്കി കളയരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.